ഹലോ ഗായ്സ്, എല്ലാവർക്കും മൈസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഉമർ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ പറ്റുമെങ്കിൽ വീഡിയോയിൽ 30 സെക്കൻഡ് കേട്ട് നോക്കുക. കാരണം വേറെ ഒന്നും അല്ലെങ്കിൽ സംസാരം മാത്രം ഉള്ളതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് അടിച്ച് പോകും. അപ്പോൾ നിങ്ങൾ കേട്ട് നോക്കി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണ്, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ബാക്കി കേട്ടാൽ മതി. കേട്ട് നോക്ക് പറ്റുമെങ്കിൽ എൻ്റെ സംസാരം നിങ്ങൾ. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന വൺ പീസ് എപ്പിസോഡിൻ്റെ ഏതൊക്കെ എപ്പിസോഡാണ് വരാൻ പോകുന്നതും ഏതാ ഡേറ്റ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടാണ്. ആദ്യം തന്നെ ഞാൻ പേരുകൾ പറയാം, എന്നിട്ട് നമുക്ക് കുറച്ച് അതിനെക്കുറിച്ച് സംസാരിക്കാം. എന്ന് വെച്ചാൽ ആദ്യം പേര് നിങ്ങൾക്ക് സ്കിപ്പ് അടിക്കേണ്ടവർക്ക് അപ്പം തന്നെ സ്കിപ്പ് അടിച്ച് പോയാലേ. അപ്പോൾ അടുത്ത് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 1139. അതെന്ന് പറയുന്നത് ഡിസ്ട്രോയ് എഗ് ഹെഡ് ദ ബസ്റ്റർ കോൾ ഇസ് ഇൻവോക്കഡ്. അതിറങ്ങാൻ പോകുന്നത് ഓഗസ്റ്റ് 10. അത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് വെയിറ്റ് ചെയ്തിരിക്കുന്ന എപ്പിസോഡായിട്ട് അത്. അടുത്തത് ദ ലോങ് ലാസ്റ്റ് വെയിറ്റ് ഈസ് ഓവർ. ദ ലോങ് വെയിറ്റഡ് ഹീറോ ദ വാരിയർ ഓഫ് ലിബറേഷൻ ഹൂ സേവ്സ് ബോണി. അതായത് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യാനുള്ള ഞാൻ പറഞ്ഞു ആദ്യം പേര്, എന്നിട്ട് നമ്മൾ അതിലേക്ക് സംസാരിക്കാൻ പോവാം. അതിറങ്ങാൻ പോകുന്നത് ഓഗസ്റ്റ് 17. അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 24 1147 റിലയബിൾ റീഎൻഫോഴ്സ്മെൻറ്റ് ഡോറി ആൻഡ് ബോഗി അറൈവ്സ്. നമ്മുടെ ജെയിംസ് ഉണ്ടല്ലോ, ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ള നേരത്തെ. അത് 24 ഇറങ്ങും ഓഗസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 31 വരാൻ പോകുന്ന റീക്യാപ്പ് ചോപ്പർ അഡ്വഞ്ചർ ചെക്കപ്പ് ദ പ്രൗഡ് ഡിസെൻഡൻസ് ഓഫ് ജെയിൻസ്. അതാണ് അടുത്തത് 31 ഓഗസ്റ്റ്. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 7 1142 നമ്മുടെ കം ഇൻ വേൾഡ് വെഗാപങ്ക് മെസ്സേജ്. അതാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്. അടുത്ത 4 1 2 അടുത്ത 5 എപ്പിസോഡിൻ്റെ പേരാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ ആ എപ്പിസോഡിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 1139 നമുക്കറിയാമല്ലോ, കഴിഞ്ഞ എപ്പിസോഡിൽ ബസ്റ്റർ ഗോളി വോക്കായി. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എപ്പിസോഡാണ്, അടുത്ത എപ്പിസോഡാണ് ഇനി ഇറങ്ങാൻ പോകുന്നത്. അത് അത്യാവശ്യം നല്ലതായിരിക്കും. എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് നോക്കണം. പിന്നെ അത് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യണം. ഞാൻ മാത്രമല്ല എല്ലാവരും വെയിറ്റ് ചെയ്ത് സംഭവിക്കുന്നത്. കാരണം ബോണി തിരിച്ചറിയും ലൂഫിയാണ് സൺഗുഡ് നിഗ. അവർ ഇത്ര നാളും വെയിറ്റ് ചെയ്ത ലൂഫിയാണെന്ന് അറിയുന്നതും മറ്റേ ബോണിയുടെ ഗിയർ 5 ഫോമും മറ്റേ അതും അവർ രണ്ടിനും ഫൈറ്റ് ചെയ്യുന്നതും നൈസ് എപ്പിസോഡായിരിക്കും. ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡും കാത്തിരിക്കുന്ന ഒരു എപ്പിസോഡാണ് അത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് വന്നത്. ആ സംഭവം എനിക്ക് എന്താണെന്ന് ഞാൻ മറ്റേ മാങ്ക റീഡ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. മറ്റവരാണ് നമ്മൾ ഇതിനും കൊണ്ട് ഏതാ ആർക്കെന്ന് ഓർക്കണം. ആർക്കിലുണ്ടായ ജെയിൻസ് രണ്ടുപേരുണ്ടല്ലോ, അവർ തമ്മിൽ ഫൈറ്റ് ഇത്രയും വർഷമായിട്ട് ഫൈറ്റ് ചെയ്യണം. അവന്മാരാണ് വന്നത്. അവന്മാരുടെ ഇതാണ് വന്നത്. റീഫോഴ്സ്മെൻ്റ് ആയിട്ട് വരും. അതുകൊണ്ട് എസ്കേപ്പ് ആണ് സെറ്റപ്പാണെന്ന് എനിക്ക് തോന്നണം. ഞാനത് കാണാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല അതെങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ നമ്മുടെ ചോപ്പറിൻ്റെ എനിക്ക് തോന്നുന്നത് മറ്റേ ഈ ഞാറൂട്ടിലൊക്കെ പറയുമല്ലോ ഫില്ലേഴ്സ്, അതുപോലത്തെ എപ്പിസോഡാണെന്ന് എനിക്ക് തോന്നണം. എനിക്ക് മനസ്സിലായത് അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടെന്ന് പറയുന്നത് വെഗാപങ്ക് മെസ്സേജ്, വെഗാപങ്ക് വേൾഡിലേക്ക് മെസ്സേജ്. അത് ഞാൻ ഇത് കാണാത്തതുകൊണ്ട് എനിക്ക് അത് കറക്റ്റായിട്ട് എങ്ങനെ എൻ്റെ കാര്യങ്ങൾ പോകണമെന്ന് അറിയാൻ പാടില്ല. ഞാൻ എന്തായാലും ഈ വെഗാപങ്ക് മെസ്സേജിനും ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ്. ബോണി ലൂഫിയാണ് തിരിച്ചു വരണം. അത് പുറത്തൊക്കെ ഇതിലും എപ്പിസോഡായിരിക്കും കേട്ടോ, OP ആയിരിക്കും. പിന്നെ വെഗാപങ്ക് മെസ്സേജിലേക്ക് എനിക്ക് തോന്നുന്നു മറ്റേ സംഭവമൊക്കെ ഒരു തോന്നണം. ലൂഫി മറ്റേ ജയൻറ്റിൻ്റെ ഇതായിട്ട് എന്നിട്ട് നമ്മുടെ മറ്റന്മാരെ പേരെന്തുകൊണ്ടാണ് കിസാറുവിനെയും നമ്മുടെ സാറ്റേനൊക്കെ 2 കയ്യിൽ പിടിച്ച് നിർത്താൻ സീനൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ കുറച്ച് മാങ്കുമ്പോൾ ഇങ്ങനെ കണ്ടുപോലെ അങ്ങനെ കിട്ടുന്ന സീനൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നണം. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റു സാധനമൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടല്ല, എൽഡേഴ്സ് വന്നതും. ഇനി മൊത്തത്തിൽ അടിപൊളി എപ്പിസോഡായിരിക്കും നടക്കാൻ പോകുന്നത്. ഞാൻ ഇപ്പം പറഞ്ഞതിൽ ഏറ്റവും വെയിറ്റ് ചെയ്തിരിക്കുന്ന എപ്പിസോഡ് നമ്മുടെ ലോങ് അവൈറ്റഡ് ഹീറോ ദ വാരിയർ ഓഫ് ലിബറേഷൻ സൺഗുഡ് നിഗ. ആ എപ്പിസോഡ് കാണാനാണ്. സൺഗുഡ് നിഗ അല്ല, ഹൂ സേവ്സ് ബോണിയാണ്. എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞതാണ്. നിങ്ങൾ ഇതിൽ ഏറ്റവും വെയിറ്റ് ചെയ്തിരിക്കുന്ന എപ്പിസോഡ് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റായിട്ട് പറയാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.